വെരി നൈസ്, വെരി നൈസ്. മൈഥിലി കുഞ്ഞെ, എന്താ ആദ്യം കൺഗ്രാറ്റ്സ്. ഈ പുതിയ ഘട്ടത്തിലേക്ക് നമ്മുടെ കുഞ്ഞ് വന്നിരിക്കുകയാണ്. ഒത്തിരി സന്തോഷമാണ്. താങ്ക് യു. ബിക്കോസ് യു ഡിസേർവ് ടു ബി ദേർ. കേട്ടോ? താങ്ക് യു. എന്നാലും പല കാര്യങ്ങൾ നമ്മളിങ്ങനെ അയഞ്ഞക തന്നിരുന്നു, ഒഴിവാക്കി കുറച്ച് പല കണ്ണടച്ചു അല്ലേ? കണ്ണടച്ചു വിട്ടിരുന്നു. ശ്രുതി സംഗതികള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കണ്ണടച്ചു വിടുമായിരുന്നു. ഇനി അത് കുറച്ചും കൂടി ഒന്ന് മുറുകുകയാണ്, സ്ട്രിക്റ്റ് ആവുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യണം, ശ്രദ്ധിക്കണം, പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ. ഓക്കെ. മൈഥിലി കുഞ്ഞെ, ജാനകിയമ്മ, ആഹാ. അതെ, ഇന്ന് നമ്മുടെ മൈഥിലി കുഞ്ഞ്, ആഹാ, എത്ര എക്സ്പ്രഷൻസ് ആണ് അതിനകത്ത് കൊണ്ടുവന്നത് മൈഥിലി കുഞ്ഞ്. അതും ദ വോയിസ് ഓഫ് ഇന്നസെൻസ്. ഇങ്ങനെ നിഷ്കളങ്ക മുഖത്തോടെ, നിഷ്കളങ്കമായ ശബ്ദത്തോടെ നമ്മളെല്ലാം ഈ പാട്ടിലോട്ട് പിടിച്ചിട്ടു. ആര്? മൈഥിലി കുഞ്ഞ്. ചിലപ്പോൾ വാക്കുകൾ നമുക്ക് കുറഞ്ഞു പോകും. ഇത്തരം പാട്ടുകളൊക്കെ ഇത്രയും വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഉള്ളിലേക്കുള്ള എന്തൊക്കെയുണ്ട് എന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മളൊരു കടലിൻ്റെ അഗാധതയിലേക്ക് പോയി നോക്കുന്ന പോലെ ഉണ്ടാവും. അത്രയധികം സംഭവങ്ങളുണ്ട്. അപ്പോൾ കുഞ്ഞല്ലേ നമ്മുടെ കുഞ്ഞ്, എന്നാലും അത് മനസ്സിലാക്കുന്നില്ലേ? അവിടെയാണ് മൈഥിലി കുഞ്ഞാവുന്നത്. അവിടെയാണ് അങ്കിൾ മൈഥിലി കുഞ്ഞിനെ പറ്റി അഭിമാനമാകുന്നത്. കേട്ടോ കുഞ്ഞെ? താങ്ക് യു. മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടും. ആഹാ. അതുപോലെ ദുഃഖമേ നീ പോകൂ കെടാത്ത നിത്യ താരാജാലം പോലെ കത്തുമീ അനുരാഗം. ആഹാ, അത് എങ്ങനെ പാടി. ദുഃഖമേ നീ പോകൂ കെടാത്ത നിത്യ താരാജാലം പോലെ കത്തുമീ അനുരാഗം. പിന്നെ ഫ്രാൻസിയെ കുറിച്ച് ഞാൻ എന്തു പറയേണ്ടു അല്ലേ? ഫ്രാൻസിയെ പോലെ ഒരു ആർട്ടിസ്റ്റ് നമുക്കുണ്ട്, നമ്മുടെ കേരളത്തിനുണ്ട്, നമ്മുടെ ഭാരതത്തിനുണ്ട് എന്നുള്ളത് നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാവരും എൻ്റെ ബ്രദേഴ്സാണ് കേട്ടോ. അപ്പോൾ അതിൽ ആരോടാണ് എനിക്ക് കൂടുതൽ സ്നേഹം എന്ന് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. പക്ഷെ സംഗീതത്തിൽ എല്ലാവരോടും ഒരേപോലത്തെ സ്നേഹമാണ്, ആ 4 പേരോടും. ഞാൻ ടോപ്പ് ബാൻഡിൽ സ്ട്രിങ് സെക്ഷനെ പറ്റി മാത്രം സംസാരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓർക്കസ്ട്ര, ഒരു പാട്ടിൽ 2 എലിമെന്റ്സ് ഉണ്ടല്ലോ. ഒരു ഓർക്കസ്ട്ര ഉണ്ട്, പിന്നെ മോളുടെ പാട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും വോയിസ് ഉണ്ട്. നമ്മൾ ഒരു ലൈവ് പെർഫോമൻസിലാണെങ്കിലും നമ്മുടെ റെക്കോർഡിങ്ങിലാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിനെ പറ്റി ഇപ്പം ഞാൻ പറയാം. ഈ ഒരു പുതിയ ഘട്ടമല്ലേ, അതിനെപ്പറ്റി പറയാം. അതായത് നമ്മൾ ഒരിക്കലും ഓർക്കസ്ട്രയിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല. അങ്ങനെ നിന്നു എന്നല്ല ഞാൻ പറഞ്ഞേ, കുറച്ചും കൂടെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം. അപ്പൊ എന്താ വെച്ചാൽ ഈ പാട്ടിന്റെ പല്ലവി എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ പോലെയാണ്. അങ്ങനെയാണ് സലിത ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ആര് ചോദിക്കും? ആദ്യം വോയിസ് ചോദിക്കും, അതിന് വയലൻസ് ഉത്തരം പറയും. അടുത്ത ലൈൻ പാടും, അതിന് വയലൻസ് ഉത്തരം പറയും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും 2 പേരും കൂടെ ചേർന്ന് അത് ബ്യൂട്ടിഫുൾ ആക്കും. 2 പുഴകൾ ഒന്നിച്ച് വന്ന ഒരു കടലിൽ ചേരുന്ന പോലെയാണ് ഈ പാട്ട് വരിക. അപ്പൊ നമ്മുടെ പല്ലവിയിൽ എങ്ങനെയാണ് ഈ വയലൻസ് പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോ എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ മോൾ അവരോട് ആ ചോദ്യം ചോദിക്കും, അവർ തിരിച്ച് അതിനുള്ള ഉത്തരം വയലിനിലൂടെ തരും, ആ നോട്ട്സിലൂടെ തരും. എന്നിട്ട് 2 പേരും കൂടെ ഒന്നിച്ച് പാടും. അങ്ങനെ ഒരു മോമെന്റ് വേണം. അതാണ് അങ്കിൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ കുറച്ചും കൂടെ ഈ പാട്ടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പാടാൻ പറ്റും. യു ഹാവ് ടു സിങ് ഫ്രം വിതിൻ ദ സോങ്. അതാണ് തീം. അതായിരിക്കണം ഈ ഘട്ടത്തിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചെയ്യേണ്ടത്. അതിന് തുടക്കമാണ് മൈഥിലി കുഞ്ഞ്. ഓക്കെ, നമുക്ക് ആ വയലിന്റെ ആ നോട്ട്സ് നമുക്കൊന്ന് കേൾക്കാം. അത് മാത്രം കേൾക്കാം. ശ്രദ്ധിച്ച് കേൾക്കണേ. ഓക്കെ. അങ്ങനെയാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇനിയിപ്പോ നമ്മുടെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് സ്ട്രിങ് സെക്ഷനും നമ്മുടെ മൈഥിലി കുഞ്ഞും മാത്രം, ഒരു കോഡും മാത്രം. അപ്പൊ അങ്ങോട്ട് പാടണം, തിരിച്ചവർ വായിക്കും. ഓക്കെ. ഇപ്പൊ കുറച്ചുകൂടെ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ല പാട്ടിലോട്ട്? അങ്ങനെ സാധിക്കും. അപ്പൊ ഓർക്കസ്ട്ര
ഇതിന്റെ ഹൃദയമാണ്, ഹൃദയം. അത് മിടിക്കണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പാടിക്കൊടുക്കണം. അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇനി ഫുൾ ഓർക്കസ്ട്ര വെച്ചിട്ട് ഇത് മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ, വാങ്ങൽ കൊടുക്കൽ. ഓക്കെ. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ സ്നേഹമയീ കേഴുകയാണോ നീയും നിൻമുഖം പോൽ നൊമ്പരം പോൽ നീ രജനിഗന്ധി സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ. സബാഷ്. ആഹാ. നൗ യു ആർ ദെയർ, യു ആർ ഇൻസൈഡ് ദ സോങ്, നോട്ട് ഔട്ട്സൈഡ്. അല്ലെങ്കിൽ അതിന് പെരിഫറിയിൽ നിൽക്കില്ല, ബൗണ്ടറി നിൽക്കില്ല, അതിന് നടുക്ക് നിന്നാൽ മാത്രമേ നമുക്ക് 6 അടിക്കാൻ പറ്റൂ. അല്ലേ? 6 അടിച്ചല്ലേ? അതെ. യെസ്, മൈഥിലിക്കുട്ടി എന്ത്? പുതിയ ഘട്ടത്തിലേക്ക് കയറിയിരിക്കുകയാണ്. ക്വാളിറ്റി ഇന്നും കാണിച്ചു, നല്ല ക്വാളിറ്റി, അതായത് ഇമ്പ്രൂവ്മെൻറ്റ്. പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന ഫീൽ അതെല്ലാം നന്നായിരുന്നു. ജാനകിയമ്മ എങ്ങനെ പാടിക്കണമെന്ന് വെച്ചാൽ അതുപോലെ തന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം. 2 ഗ്ലും വന്നു അല്ലേ? അത് എനിക്ക് തൊണ്ട പെട്ടെന്ന് ഇടറിപ്പോയി. ആണല്ലേ? ഗ്ലൂം പക്ഷേ അല്ലായിരുന്നു, ആ, തൊണ്ട ഇടറിയിട്ട് ഇടറിപ്പോയപ്പോൾ എന്തോ ചുമ പോലെ വന്നു. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് വിഴുങ്ങി ആ, അല്ലേ? അതെ. ആ ലൈൻ ഇന്നിപ്പോ ഒന്ന് പാടിയാലോ അല്ലേ? ദുഃഖമേ നീ പോകൂ കെടാത്ത നിത്യതാരാജാലം പോലെ ആ. കത്തുമീ അനുരാഗം. ആഹാ. ദുഃഖമേ നീ പോകൂ കെടാത്ത സബാഷ്. നിത്യതാരാജാലം പോലെ കത്തുമീ അനുരാഗം. മരണമേ നീ വരിക എന്റെ പ്രണയഗാനം ആ. കേൾക്കൂ നീയും ഏറ്റുപാടാൻ സബാഷ്. പോരൂ. ആഹാ ആഹാ. ആ, Super, super, beautiful. very nice. താങ്ക് യു, നല്ല ഫീല്. ഏറ്റുപാടാന്നൊക്കെ പാടിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു. ഗ്ലൂമിന്റെ കാര്യം പറഞ്ഞല്ലോ, അതിപ്പോ പാടിയപ്പോൾ കറക്റ്റായി, വളരെ കറക്റ്റായി. എനിക്ക് ശ്രുതി പ്രശ്നം തോന്നിയത് അനുപല്ലവി കഴിഞ്ഞിട്ട് വരുന്ന രജനീഗന്ധി നിർത്തിയില്ലേ, ഉം. അത് കുറച്ചൊന്ന് സ്റ്റഡി ആവാനുണ്ടായിരുന്നു എന്ന് തോന്നി. ഉം. നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനീഗന്ധി. ആ ശ്രുതി അവിടെ അനുപല്ലവി കഴിഞ്ഞിട്ട് വന്നത് കേട്ടോ. Okay. പിന്നെ എവിടെയോ ഒരു ശ്രുതി പ്രശ്നം നമ്മൾ പറഞ്ഞിരുന്നില്ലേ, എത്തുകില്ലെന്നാണ്. എത്തുകില്ലേല് ഉം. ചെറിയൊരു ക്ലാരിറ്റി. ചെറിയൊരു ക്ലാരിറ്റി കുറഞ്ഞുപോയി. പക്ഷെ ബാക്കിയെല്ലാം സൂപ്പറോ സൂപ്പർ താങ്ക് യു. കേട്ടോ. Yes. എന്തായാലും വളരെ വളരെ സന്തോഷമുണ്ട് ഈ മൈഥിലിക്കുട്ടി ഇപ്പം ഇങ്ങനെ പാടുന്നത് കാണുമ്പോൾ, കേൾക്കുമ്പോൾ. ഇമ്പ്രൂവ്മെന്റ് അത് പറയാതിരിക്കാൻ വയ്യ. സൂപ്പർ, വെരി Thank നൈസ്, you. വെരി നൈസ്. മൈഥിലിക്കുട്ടി എന്ത്? എന്തൊരു മെച്ചുവർ സിംഗിങ് ആണെന്നറിയോ? യു ആർ എൻ അമേസിംഗ് സിംഗർ, വെരി ടാലന്റഡ് വിത്ത് എ ബ്യൂട്ടിഫുൾ വോയിസ്. താങ്ക് യു. അത് മൈഥിലിക്കുട്ടിക്ക് ഇത്തിരി മെച്യൂരിറ്റി കൂടുതലുണ്ടെന്ന് നല്ല തോന്നുന്നു. maturity സംസാരത്തിലും ഉണ്ട്. പെരുമാറ്റത്തിലും. ഉണ്ട്. എനിക്ക് തോന്നുന്നു 2 അനിയത്തിമാരും ഉം. എല്ലാം ഉള്ളത് കൊണ്ട് കുറച്ചുകൂടെ ആയിരിക്കും. ചേച്ചി ആ. തരം ഉള്ളതുകൊണ്ടാണ് അതായിരിക്കും, തോന്നുന്നു. അതായിരിക്കും. അതെ. ഇപ്പൊ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് ആ 2 കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർത്ത് കണ്ണ് നനഞ്ഞ ആളാണ്. ഞാനത് കണ്ടു. ഞാനും ശ്രദ്ധിച്ചിരുന്നു. അതെ, അതെ. കണ്ണ് നിറയുന്നുണ്ടായിരുന്നു, അതെ, കണ്ണ് അതെ. തുടയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പൊ മൈഥിലിക്കുട്ടി എന്ത്? നല്ല ഇമ്പ്രൂവ്മെന്റ്, നല്ല ഫീല്. ഒരു പറയാത്ത ഒറ്റ കാര്യം മാത്രം പറയാം, സന്ധ്യേ ഗന്ധി എന്നുള്ള വാക്ക് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ, പിന്നെ രജനി എന്ന് പറയുമ്പോൾ ഒരു രേ, ആ. എ സൗണ്ട് കുറച്ചധികം വരുന്നുണ്ട്. രജനിഗന്ധി. രജനിഗന്ധി, അത് കറക്റ്റ് പറയണം. ഓക്കെ. നല്ല ഫീല്, നല്ല ഇമ്പ്രൂവ്മെന്റ്. യു ആർ എൻ അമേസിംഗ് സിംഗർ കേട്ടോ. യു ഹാവ് എ you. ബ്യൂട്ടിഫുൾ വോയിസ്. താങ്ക് യു. അപ്പൊ ഈ മദനോത്സവത്തിലെ വേറൊരു പാട്ട് നമുക്ക് കേൾക്കാം. ജീവന്റെ കണ്ണീരോ കണ്ണീരോ നീമായും നിലാവോ എൻ ജീവന്റെ കണ്ണീരോ കണ്ണീരോ നീ പ്രണയത്തിൻ ഹംസഗാനം നീ അതിരൂറും കണ്ണീർ കണം മായുന്നിതോ ഈ മാരിവിൽ
പൂവ് നീ മായും നിലാവോ എൻ ജീവന്റെ കണ്ണീരോ കണ്ണീരോ മൈത്രി കുഞ്ഞ്, എന്ത് കഴിഞ്ഞ ഘട്ടത്തിൽ നമ്മൾ എങ്ങനെ പറഞ്ഞാൽ കുറേ ലീനിയന്റ് ആയിരുന്നു അല്ലേ? ഇപ്പം എന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് അല്ലേ, നമ്മൾ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിട്ട് അത് കാണാം. കാരണം എന്ന് വെച്ചാൽ ടൈറ്റ് ആക്കാണ്. ടൈറ്റ് ആകാം ഇച്ചിരിയും കൂടെ. ഇച്ചരെ. അതെന്താ വെച്ചാൽ നിങ്ങൾ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 110 വേണ്ടി എയിം ചെയ്താൽ 100 എത്താൻ 100. പറ്റും. അതെ. ഓക്കെ, അപ്പൊ അത്രയും പെർഫെക്ഷൻ വേണമെന്ന് അർത്ഥം. ഉം. അപ്പോൾ ആ ഗ്ലൂം വന്നതൊന്നും ശരിക്ക് മൈഥിലി കുഞ്ഞിന്റെ തെറ്റല്ല. ഉം. പക്ഷെ ഇവിടെ നമ്മൾ ആ രീതിയിൽ തന്നെ ഇവാലുവേറ്റ് അതെ, ഈ കണക്കാക്കേണ്ടി സ്റ്റേജ് വരും. വരെ ആ, ഈ അതെ. സ്റ്റേജിൽ ഈ സ്റ്റേജിൽ നിന്ന് അങ്ങനെ ആയിരിക്കും. സോ ദാറ്റ് ഇസ് ഗോയിങ് ടു ബി 98.75 ഔട്ട് ഓഫ് 100. താങ്ക് യു. ഹാപ്പിയാണോ? ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുക. മാക്സിമം ജാനകിയമ്മ പാടിയ പോലെ ഇവിടെ ട്രൈ ചെയ്തു, മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് പാടാൻ. ഭൂരിഭാഗം അതുപോലെ തന്നെ പാടുകയും ചെയ്തു. പിന്നെ അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ, മനസ്സിലായല്ലോ. മൈഥിലി കുട്ടി എന്നെ പ്രതീക്ഷിച്ചില്ലല്ലോ ഇത്രയും കിട്ടുമെന്ന്. കുറച്ചുകൂടെ നമ്മുടെ കോമ്പറ്റീഷൻസ് എല്ലാം ടൈറ്റ് ആയിരിക്കണം. അപ്പൊ നിങ്ങളുടെ ഇടയിൽ തന്നെ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ Yeah. അല്ലേ, അത് എപ്പോഴും ഉണ്ടാവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ. ആര്യ ചേച്ചി, ആര്യ ചേച്ചിക്ക് ഇഷ്ടമുള്ള ഒരു റൗണ്ടാ വരാൻ പോകുന്നത്. പെർഫോമൻസ്. യെസ്, എനർജറ്റിക് ആയിട്ടുള്ള ഒരു പെർഫോമൻസുമായിട്ട് നമ്മുടെ എസ്തർ കുട്ടിയാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം എസ്തർ കുട്ടി ഓൺ സ്റ്റേജ്. നാടൻ പെൺകുട്ടിയാണല്ലോ. ധാവണിയൊക്കെ അല്ലേ? ആ, എന്താ ഉദ്ദേശം? ഒരു തത്തമ്മയെ പോലെ ഉണ്ട് ഇപ്പൊ. ഇതാണോ മതങ്ങൾ തത്തമ്മ പച്ച? ആ, അതെ അതെ. ഓ, തത്തമ്മ പച്ച. അപ്പൊ റിബണിന്റെ പച്ച ഏതാ? ഗ്രീൻ, പാരറ്റ് ഗ്രീൻ. ഇവന്റെ പച്ച ഒരു സാധാ പച്ച. ഇലയുടെ പച്ച. എന്തൊക്കെ ഗ്രീനാ, അത് കേട്ടോ. എന്തൊക്കെ ഗ്രീനറിയാ. അതെ. പറയാൻ മറന്നുപോയി. ആ. കൺഗ്രാറ്റ്സ്. എന്തിന് പുതിയ ഘട്ടത്തിലേക്ക് പുതിയ ഘട്ടമല്ലേ? ഡെവലപ്പ് ചെയ്തില്ലേ നമ്മള്? എന്തിനുണ്ട് എന്തിന് ആവശ്യമില്ലാതെ. ഈ പെർഫോമൻസ് എന്ന് പറയുമ്പോഴത്തേക്കും മോളുടെ മുമ്പിൽ തന്നെ അതിന്റെ ഒരു റോൾ മോഡൽ ഉണ്ട്. അതാരാണ്? മോളുടെ മുമ്പിൽ തന്നെ മോളുടെ മുന്നിൽ തന്നെ ഒരു റോൾ മോഡൽ ഉണ്ട്. ആരത്? ഞാൻ. റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ എന്താ? മീനൂട്ടിയാണോ? ആര്യ ചേച്ചിയാണ്. ഞാനാണോ? സംശയം എന്താ? ഞാനാണോ? ശ്ശോ, യെസ്. സന്തോഷം. പെർഫോമൻസിൽ സ്വന്തം വഴി വെട്ടി വന്ന ആളാണ് ആര്യ. അത് നമ്മൾ ആദരിക്കേണ്ട കാര്യമാണ്, അത് സ്നേഹിക്കേണ്ട കാര്യമാണ്, അതിനൊരു വലിയ അപ്ലോസ് കൊടുക്കേണ്ട കാര്യമാണ്. പെർഫോമൻസ് ക്വീൻ. അതെ. അങ്ങനെയൊന്നും വേണ്ട, ഓവറാക്കല്ലേ പ്ലീസ്. അല്ല, സത്യം പറയുന്നതിന് മടിക്കേണ്ട ആവശ്യമില്ല. അതെ. ആ പെർഫോമൻസ് എന്ന് പറയുന്നത് ഈവൻ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു പെർഫോമർ റോൾ മോഡലായിട്ട് മുമ്പേ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആര്യയുടെ നിന്ന് ടിപ്സ് എടുക്കാം എപ്പോഴും, ഇനി മുതൽ ഓക്കെ. നമ്മുടെ കുട്ടികളൊക്കെ. Okay. കേട്ടോ? അപ്പൊ ഇന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത് ഇത് ഞാൻ ജനിച്ചതിന് ശേഷം ഉണ്ടായ മൂവിയാണ് ഉള്ള movie ആണ്. 2003. ഇത് കണ്ടിട്ടുണ്ടാവും. പിന്നെ കണ്ടിട്ടുണ്ടെന്ന് ആ. മാത്രല്ല, ഇതിന്റെ CD വീട്ടിലുണ്ട്. ഉം. അപ്പൊ എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൂവിയാണ് പട്ടാളം. ആ. വേറൊരു കാര്യം, ഇന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്ന? പട്ടാളം, ഡിങ്കിരി പട്ട. ഡിങ്കിരി പട്ടാളം. ഡിങ്കിരി ഈ ഡിങ്കിരി പട്ടാളം പാടിയ കല്യാണി ചേച്ചി വൺ ഓഫ് ദ ബെസ്റ്റ്. അതായത് നമ്മുടെ AR സാറിന്റെ അടക്കം ഓർക്കസ്ട്ര കണ്ടക്ട് ചെയ്യുന്നത് കല്യാണി ചേച്ചിയാണ്. ഇതിന്റെ അപ്പുറം നമ്മുടെ റെക്കോർഡിംഗ് അക്കാഡമിയിലെ ഗ്രാമി അവാർഡ്സിന്റെ മെമ്പറും കൂടിയാണ് കല്യാണി ചേച്ചി. അപ്പം ഷീ ഈസ് അമേസിങ്. യെസ്, ആൻഡ് സോ ഇസ് ഹർ ഹസ്ബൻഡ് പ്രദീപ് ചേട്ടൻ. പ്രദീപ് ചേട്ടൻ ഇസ്, അറിയാം, നമ്മളെല്ലാം ഫാൻസ് ആണ്, പ്രദീപ് കുമാർ ഫാൻസ് ആണ്. ഗ്രേറ്റ് മ്യൂസിക് കമ്പോസർ, അതെ, അതെ, ഗ്രേറ്റ് അതെ. മ്യൂസീഷ്യൻ. യെസ്. അതെ, അപ്പൊ സൂപ്പർ സിംഗർ. യെസ്, മാത്രമല്ല വിദ്യാസാഗർ സാറിന്റെ മ്യൂസിക്, പിന്നെ ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ വരികൾ. വേറെ എന്ത് വേണം? ഫൺ സോങ്. അതെ. പാടാൻ റെഡി അല്ലേ? അപ്പം ആ, അപ്പം അടിച്ചു പൊളിക്കണം. യെസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. All the best. താങ്ക് യു. ഡിങ്കരി 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 പട്ടാളം ഡുമക്കി 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 ഡൂക്കളി പട്ടാളം
Thank you. Thank you, sir. Thank you, sir. കോറസ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു ദേവനന്ദ, യെസ്. അസ്നക്കുട്ടി, ഹനുനക്കുട്ടി, സെബാമോൺ. ഹനുന കുറെ നാളുകൾക്ക് ശേഷമാണ് ഇവിടെ വീണ്ടും അതെ, അതെ. വരുന്നത് അല്ലേ? വളരെ വളരെ സന്തോഷം. ഇതിനിടയ്ക്ക് കുറെ നേട്ടങ്ങളൊക്കെ കൊയ്തു എന്ന് അറിഞ്ഞു. അവിടെ യൂണിവേഴ്സിറ്റിയിൽ എന്തൊക്കെയോ കോമ്പറ്റീഷൻസിൽ വിന്നറായി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് വേറെ എവിടെയോ അടുത്ത ഘട്ടത്തിൽ മത്സരിക്കാൻ പോയില്ലേ? എനിക്ക് ഒരു കോമ്പറ്റീഷന് ഫസ്റ്റ് ഇട്ടുണ്ടായിരുന്നു സോണൽ ലെവല്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനി ഇന്റർനാഷണലാ. ഇന്റർനാഷണൽ ആ ചൈന. എവിടെ വെച്ച്? ചൈന. ചൈനയിൽ പോകുമ്പോൾ ഭാര്യ ചേച്ചി. ചൈനയുടെ വലിയ ആരാധനയാണ് ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും കൊള്ളാം, കൺഗ്രാചുലേഷൻസ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അതുപോലെ പലരും ദേവനന്ദയും ഇതൊക്കെയോ കോമ്പറ്റീഷനിൽ എ ഗ്രേഡ് ഒക്കെ കിട്ടിയില്ലേ ഇപ്പോൾ സ്കൂൾ അല്ലേ, കലോത്സവത്തില്? പലരും എല്ലാവരും. സെബ എന്തെങ്കിലും പോയിരുന്നോ? പോയിരുന്നു. എന്നിട്ട് അത് കുറച്ച് ഇഷ്യൂ വന്നോടെ, ഇഷ്യൂ അപ്പീലൊക്കെ പോണ്ടി വന്നു. ആണോ? ഓക്കെ. അപ്പൊ അതിന്റെ റിസൾട്ട് വന്നോ? റിസൾട്ട് ആ ജില്ലയിലും അതന്നെയായിരുന്നു. ആണോ? ആ. ആസ്നയാണെങ്കിൽ ഇപ്പൊ ഭയങ്കര ബിസിയാണ്, പ്രോഗ്രാംസ്, റേഡിയോ ആർട്ടിസ്റ്റ് അല്ലെ, ഗൾഫിലൊക്കെ പോയി പ്രോഗ്രാം ചെയ്തു അല്ലേ? അപ്പൊ എന്തായാലും കൊള്ളാം, അടിപൊളി. എല്ലാവരും നല്ല രീതിയിൽ വരുന്നു എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. വെരി ഗുഡ്, വെരി ഗുഡ്. എനിക്ക് ഭയങ്കര അഭിമാനമാണ്. കഴിഞ്ഞ സീസണിൽ ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ 2 കുഞ്ഞുങ്ങളുടെ ഇവിടെ ഉണ്ട്, അസ്നയും ഹനുനയും. ഹനുന, ഞാൻ ഒരുപാട് പെർഫോമൻസസ് ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. ഹക്കുന മട്ടാട്ട, ഹക്കുന മറ്റാട്ട എന്ന് വിളിച്ചോണ്ടിരുന്നു ഞാൻ. പിന്നെ ഹന്നു എന്ന് വിളിച്ചോണ്ടിരുന്നു. അതാണ്, വളരെ സന്തോഷമാണ് നമ്മുടെ മക്കളെ കാണാൻ കേട്ടോ. മൈ ഡിയർ പട്ടാളം, എന്തോ എന്തായിരുന്നു അവിടെ ഇന്ന്? വെറൈറ്റീസ് ഓഫ് സ്റ്റെപ്സ്, വേറെ സ്റ്റെപ്പ്. വട്ടത്തിൽ തിരിയുന്നു, വേറെ എനർജി ലെവൽ, വേറെ ലെവൽ എനർജി. ഇളക്കി മറിച്ച്. അവിടെ മണ്ണും പൊടി ഉണ്ടെങ്കിൽ പാറി ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ വേറെ ലെവൽ എസ്തർ ബേബി, കിടില പെർഫോമൻസ്. ചേച്ചി. എനിക്ക് പാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ അറിയാം ജസർ? കരുത്തന്മാരുടെ പട്ടാളം എന്നൊരു സാധനം പാടി ഇല്ലേ? അതെങ്ങനെയായിരുന്നു? കരുത്തന്മാരുടെ പട്ടാളം. അടുത്തത് നെഞ്ചിലൊളിക്കാതെ നെഞ്ചു വിരിച്ചോണ്ട് കഞ്ചി വലിക്കണ പട്ടാളം. പട്ടാളം എന്ന് പറയുന്നത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. യെസ്, ബ്യൂട്ടിഫുൾ. അപ്പൊ അതിനിടയ്ക്ക് ഹരിചേട്ടന്റെ ഫ്ലൂട്ട് സോ ഗുഡ് ട്ടോ. അയ്യോ, ആ ഫസ്റ്റ് ഇന്റർലൂഡിലത്തെ ആ ഒരു ഇത് വായിച്ചില്ലേ ഫ്ലൂട്ടില്? ആ പീസ് എന്താ? നമ്മൾ ആക്ച്വലി ഇങ്ങനെ ഒരു പാട്ട് കേൾക്കുമ്പോ അതിന്റെ ഇടയിൽ ഈ ഒരു മെലഡി പ്ലേസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. അതൊരു മോഡുലേഷൻ ആണ്. ആ മോഡുലേഷനിൽ ഫ്ലൂട്ട് വരുന്നു. അത് വിദ്യാർത്ഥിക്ക് മാത്രം ചിന്തിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ കാര്യങ്ങള് അല്ലേ? യെസ്. അപ്പൊ ഇതെന്റെ ഫേവറേറ്റ് സോങ് ആണ്. എസ്തർ, യു ഡിഡ് അമേസിംഗ് ട്ടോ. മിടുക്കിയായിട്ടുണ്ട്. യെസ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇതിൽ ഞാൻ കാണുന്ന ഒരു വളരെ വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഒരു കോമ്പറ്റിറ്റീവ് സ്പിരിറ്റിൽ പാടി എന്നുള്ളതാണ്. ഇതുവരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അതെ, നമ്മുടെ കുഞ്ഞിൽ നിന്ന്. വിഭ്രാന്തി ഗേൾസിന് ടിപ്സ് ഏതാണ്? ആണോ? ആണോ? പിന്നെ അതില് വരികള് കുറച്ച് സ്പീഡിലുള്ള. അപ്പൊ ആൾക്ക് തന്നെ ടെൻഷൻ ആയിരുന്നു, അത് പഠിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് കുറെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതാണ്, ആ കോൺസെൻട്രേഷൻ ആണ് നമ്മളിവിടെ ഒരു സ്പിരിറ്റ് ആയിട്ട് ഇങ്ങനെ പൊങ്ങി വന്നത്. അത് സബാഷായിരുന്നു. ആദ്യം പിന്നെ മാത്രമല്ല ആ ഒരു പഞ്ചിൽ പാടുന്ന, ഇപ്പൊ അമ്മ പറഞ്ഞ ഈ വാക്കുകൾ, അക്ഷരങ്ങൾ, അത് കൃത്യമായിട്ട് ഇങ്ങനെ എടുത്ത് പെറുക്കി പാടുക. അപ്പൊ അങ്ങനെ പാടാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സ്പെഷ്യൽ ടാലന്റ് ആണ്. മാത്രമല്ല നമ്മുടെ വോയിസ് എവിടെയും നമ്മൾ അനാവശ്യമായി ഒതുക്കാതെ അവിടെ ആ റിഥം അനുസരിച്ച് 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 പട്ടാളം പോകുന്ന പോലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണ്ടേ അല്ലേ? അത് ഒരു സ്പെഷ്യൽ അപ്രീസിയേഷൻ ടു ദ കോറസ് ടീം. ആവശ്യം പോലെ ബ്രീതിങ് സ്പേസ് ഉണ്ട്. ആ സ്പേസ് എസ്തർ ബേബി നന്നായി യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇതുവരെ ട്രഞ്ചിന്റെ ഉള്ളിൽ ഒളിച്ചിരുന്ന എസ്തർ കുട്ടി വെളിയിലേക്ക് വന്നു. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേട്ടോ. അതാണ് ഏറ്റവും വലിയ ടേക്ക് അവേ. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഘട്ടം ശരിക്ക് റോക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൽ ഏറ്റവും നല്ലൊരു ഉദാഹരണം കൂടിയാണിത്. ഓസം പെർഫോമൻസ് ആണ്. വളരെ ഇഷ്ടപ്പെട്ടു പെർഫോമൻസ്. ഇതുവരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തയായിട്ടുള്ള ഒരു എസ്തർ കുട്ടി. നല്ലൊരു പെർഫോമർ ആണെന്നാണ് അതിന്റെ അർത്ഥം. ഡാൻസ് സ്റ്റെപ്സ് ഒക്കെ ആരാ പറഞ്ഞു തന്നത്? അഗേദി ഞാനും അവള് ബെസ്റ്റ് ഫ്രണ്ട്സാ. അപ്പൊ അക്കു, അഗേദി അക്കുന്ന് വിളിക്കാം. വിളിക്കണേ. ഓക്കെ.
അക്കുവിന് ഡാൻസ് പഠിക്കണം. ആഹാ. അപ്പൊ അമ്മ പറഞ്ഞു ധനശ്രീന്റെ അമ്മയല്ലേ, ധനശ്രീന്റെ അമ്മേന്റെ അടുത്ത് പോയി കുറച്ച് സ്റ്റെപ്പ് ഒക്കെ പഠിച്ചിട്ട് ആ, വന്നോ. എനിക്ക് വയ്യ അമ്മ എന്ന് പറഞ്ഞ പേരെടുക്കാന്ന് വയ്യാന്നും എന്നിട്ട്? പറഞ്ഞ കൊണ്ടുപോയി. അത് എന്നിട്ട് ശരി. ധനശ്രീന്റെ അമ്മ കുറച്ച് സ്റ്റെപ്പ് ഒക്കെ പഠിപ്പിച്ചെന്നാണ് ഞാൻ ഇവിടെ ആണോ? കാണിച്ചത്. അപ്പൊ ധനശ്രീയുടെ അമ്മയാണ് ഇതിന്റെ കൊറിയോഗ്രാഫർ. അതെ, അടിപൊളി. വെരി ഗുഡ്, വെരി ഗുഡ്. സ്പെഷ്യൽ കൈയടി. അതെ അതെ. അപ്പൊ എന്തായാലും നല്ല തുറന്ന് പാടി, നല്ല പഞ്ചില് നല്ല എനർജി ഉണ്ടായിരുന്നു കേൾക്കുമ്പോ തന്നെ. താങ്ക് യു സർ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റിൽ അത് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. മൊത്തത്തില് മൊത്തം കലകിക്കൊണ്ടിരിക്കുകയാണ്. കളിക്കൊണ്ടിരിക്കുകയാണ് ഈ പുതിയ ഘട്ടത്തിലേക്ക് പുതിയ ചാടിയപ്പോഴത്തേക്ക്. ഘട്ടം എന്ന് പറയുമ്പോ ഇത്രയ്ക്ക് പുതിയതാവും അതെ ഞാൻ അതെ, വിചാരിച്ചില്ല. എല്ലാരും പുതിയ മുഖങ്ങളായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ. പുതിയ മുഖം. അത് കലക്കി. ഞാനത് പാടാൻ പോവായിരുന്നു, പിന്നെ വേണ്ടെന്ന് വെച്ചു. അപ്പൊ അവിടെ പാടി. It is going to be 99.5 ഒരു തരം. Yeah. 99.5 രണ്ട് തരം. It is going to be 100 on 100 മൂന്ന് തരം. താങ്ക് യു സർ. ഒരട്ടങ്ങനെ ഒരു മധുരമഴ. താങ്ക് യു സർ. നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ ഹായ്. എസ്തർ ബേബിയാണ് കേട്ടോ. എസ്തർ കുട്ടിക്ക് ബിലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. കൺഗ്രാറ്റുലേഷൻ എസ്തർ ബേബി. താങ്ക് യു ചേച്ചി. അടുത്ത ഘട്ടത്തിലെ പെർഫോമൻസ് റൗണ്ടിലത്തെ ഫസ്റ്റ് 100 നമ്മുടെ എസ്തർ കുട്ടിക്കാണ് അടിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. അപ്പൊ കൺഗ്രാറ്റ്സ്. ബൈ. താങ്ക് യു. ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മീനുട്ടി, എന്തോ മീനുട്ടിയുടെ സ്ട്രക്ചറൊക്കെ വെച്ച് നോക്കുമ്പോ പട്ടാളത്തിൽ ചേർന്നൂടെ? ഇത്ര ആരോഗ്യമില്ലാത്തൊരാളോ? പക്ഷെ അതിന് PSC എഴുതണം. മീനുട്ടി എഴുതാറുണ്ടോ PSC? ഇല്ല, ഇതുവരെ ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ നമുക്ക് ട്രൈ ചെയ്യാം. പട്ടാളത്തിൽ PSC ഒന്നുമില്ല. പക്ഷെ PSC എഴുതിയ മീനുക്കുട്ടി കിട്ടും. എന്ത് കിട്ടുന്ന പറഞ്ഞേ? ക്വസ്റ്റ്യൻ പേപ്പർ അല്ലാതെ എന്ത്? ഓഹോ, ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ ഗോൾ അടിക്കുന്നു അല്ലേ? അച്ഛനല്ലേ അച്ഛൻ. അതെ. സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കും. PSCയുടെ കാര്യത്തില് ഇതേ സ്പോർട്സ്മാൻ സ്പിരിറ്റ് തന്നെയാണ് നമ്മുടെ ഗവൺമെന്റിനും ഉള്ളത്. എങ്ങനെ? നമ്മുടെ ഭരണ സംവിധാനം കൂടുതൽ സുതാര്യമാക്കാനും പവർഫുൾ ആക്കാനും വേണ്ടിയിട്ട് PSC മികവുറ്റ പ്ലാനുകളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ PSCയും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ചുരുക്കം. കറക്റ്റ്. അപ്ഡേറ്റ് ആകുന്നതിനോടൊപ്പം മികച്ച ഉദ്യോഗസ്ഥരെ തന്നെ നിയമിക്കുന്നതിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും PSCക്കില്ല. കൃത്യസമയത്ത് പരീക്ഷകൾ നടത്തിയും പഴയ ലിസ്റ്റ് തീരും മുമ്പേ പുതിയ റാങ്ക് ലിസ്റ്റുകൾ തയ്യാറാക്കിയും വേഗത്തിൽ തന്നെ അഡ്വൈസ് മെമ്മോ അയച്ചുമാണ് PSC മുന്നോട്ട് പോകുന്നത്. അടിപൊളി. കണക്കുകൾ പ്രകാരം നോക്കിയാൽ ഒരു ദിവസം 87 പുതിയ അപ്പോയിന്റ്മെന്റ്സ് ആണ് PSCയിൽ വരുന്നത്. 87? ഞെട്ടിയില്ലേ? ഞെട്ടി ചെറുതായിട്ട്. എന്നാൽ വലുതായിട്ട് ഞെട്ടാനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയിൽ ആകെയുള്ള നിയമനങ്ങളിൽ 60% നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. അതായത് നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ PSC നിയമനം നടക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. 10 വർഷത്തിനിടെ 3 ലക്ഷത്തിനിടെ നിയമനങ്ങളും 10,000 പുതിയ പോസ്റ്റുകളും. ഈ PSC എഴുതി നല്ലൊരു ജോലി കിട്ടാനായിട്ട് ഇങ്ങനെ സ്വപ്നം കാണുന്ന എത്ര ചെറുപ്പക്കാരുണ്ടല്ലേ. അവർക്കൊക്കെ ഇതൊരു വലിയ സ്വപ്ന സാക്ഷാത്കാരമായിരിക്കും. ഹയർ എഡ്യൂക്കേഷനും ജോബ് സെക്യൂരിറ്റി ഒക്കെ നൽകി നമ്മുടെ യുവാക്കളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുകയാണ് PSCയും നമ്മുടെ ഗവൺമെന്റും. മീനുട്ടാ, അപ്പൊ ഞാനും എഴുതി നോക്കട്ടെ PSC. ഞാൻ പഠിപ്പിച്ചു തരാം. പഠിപ്പിക്കുന്ന ആള് എനിക്കതിൽ ഒരു കോൺഫിഡൻസും ഇല്ല. എന്റെ മകൾ പഠിപ്പിക്കുന്നതിൽ ഒരു കോൺഫിഡൻസും ഇല്ല. പഠിപ്പിക്കണ്ട, അടുത്ത ആളെ വിളിക്കും പാടാൻ. മധോങ്കൾ പോയി. നമ്മുടെ രവീന്ദ്രൻ മാഷിന്റെ ഹിറ്റ്സ് റൗണ്ട് ആണ് വരാൻ പോകുന്നത്. രവീന്ദ്രൻ മാഷ് ഹിറ്റ്സ് റൗണ്ടിലേക്ക് കടക്കുകയാണ്. മധോങ്കളുടെ എന്താ സ്പെഷ്യൽ മെമ്മറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ വളരെയധികം ആരാധിച്ചിരുന്ന ഇപ്പോഴും ആരാധിക്കുന്ന പാട്ടുകളുടെ സൃഷ്ടികർത്താവാണ് രവീന്ദ്രൻ മാഷ്. കാരണം അദ്ദേഹത്തിന്റെ ഒരു വഴി എന്ന് പറയുന്നത് തനി വഴിയാണ്. എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും അവരുടേതായ സിഗ്നേച്ചർ ഉണ്ടാവും. രവീന്ദ്രൻ മാഷ് നമ്മുടെ മലയാളത്തിൽ സെമി ക്ലാസിക്കലായിട്ടുള്ള കുറേ ഹിറ്റുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്, കുറേ മെലഡികൾ നൽകിയിട്ടുണ്ട്, അടിപൊളി പാട്ടുകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സെമി ക്ലാസിക്കൽ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു സംഭവമാണ്. ദാസേട്ടൻ്റെ ശബ്ദത്തിനെ മാക്സിമം യൂസ് ചെയ്തിട്ടുള്ള ഒരു സംഗീത സംവിധായകൻ എന്ന് വേണമെങ്കിൽ നമുക്ക് രവീന്ദ്രൻ മാഷിനെ വിശേഷിപ്പിക്കാം. രവീന്ദ്രൻ മാഷിൻ്റെ ലാബിലെ ഒരു പരീക്ഷണ വസ്തുവായിരുന്നു ദാസേട്ടൻ്റെ ശബ്ദം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ ശബ്ദത്തിന് മാക്സിമം എല്ലാ റേഞ്ചും യൂസ് ചെയ്തിട്ടുള്ള സംഗീത സംവിധായകനാണ്. സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ സംഗീതത്തിലേക്ക്, കർണാടക സംഗീതത്തിലേക്കും ഒക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ ഒരു കാരണക്കാരൻ കൂടിയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള
ക്ലാസിക് മൂവീസ്, ഉം. പ്രത്യേകിച്ച് ഹിസ് ഹൈനസ് അബ്ദുള്ള, ഭരതം, കമലദളം, അതിനു മുമ്പ് ചിരിയോ ചിരി, അവിടുന്ന് 7 ഇഷ്ടം സ്വരങ്ങളും പോലെ അല്ലേ? 7 സ്വരങ്ങളും മുതലാണ് അങ്ങനെ ഒരു പരീക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ അത് ഇന്നും ബാക്കിയുള്ളവർക്ക് ഒരു പരീക്ഷണമായി തുടരുന്നു ആ പാട്ട് പാടാൻ വേണ്ടി. ഞാൻ രവീന്ദ്രൻ മാഷിന്റെ കുറെ പാട്ടുകൾ പാടിക്കൊണ്ടാണ്, സ്റ്റേജിൽ പാടിക്കൊണ്ടാണ് എന്നും ഞാൻ ജീവിക്കുന്നത്. MJ അങ്കിളിനോ? രവീന്ദ്രൻ മാസ്റ്ററുമായിട്ടുള്ള ഓർമ്മ എന്ന് പറയുന്നത് അത് തരങ്ങിണി സ്റ്റുഡിയോയിൽ, തിരുവനന്തപുരത്തെ തരങ്ങിണി സ്റ്റുഡിയോയിൽ ആ. ഒരു പാട്ടിന് ട്രാക്ക് പാടാൻ പോയതാണ്. നമ്മൾ നാടൻ ഭാഷയിൽ പറയും പൊച്ചം വന്നെന്ന് പറയും. എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയില്ല, നമ്മളൊന്നും ഇല്ല. ആ പാട്ട് ഒരു ദിവസം മൊത്തം പാടി, രാവിലെ തൊട്ട് രാത്രി വരെയും പാടി. ആയില്യം നാളിൽ പ്രിയ സാർവഭൗമൻ വരും നേരം, അങ്ങനെയാണ് തുടങ്ങുന്നത്. ഭയങ്കര ടഫാണ്. പല റേഞ്ചസിൽ പോവും, നല്ല സ്പീഡിൽ പാട്ട് പോവുകയും ചെയ്യും. അപ്പോൾ തരങ്ങിണിയിലെ ഓർക്കസ്ട്ര ഇങ്ങനെ വായിച്ചു പിന്നെയും നമ്മുടെ വയലിനിൽ രഘുമാഷും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണ്. അവരൊക്കെ വായിച്ച് രാവിലെ തൊട്ട് രാത്രി വരെയും റെക്കോർഡ് ചെയ്ത്. അതിന് എനിക്ക് തോന്നുന്നു ഞാനൊരു 35 പ്രാവശ്യം ഈ പാട്ട് പാടിയിട്ടുണ്ട്. അവസാനം എനിക്ക് ശബ്ദം വെളിയിലോട്ട് വരുന്നു. ഒരിക്കലും മറക്കൂല. By heart ഒരിക്കലും ആയി മറക്കൂല. ഇപ്പൊ. അപ്പൊ അവസാനം മാസ്റ്റർ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. രാത്രി 9:45 10 മണിയായപ്പോഴും പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു അവസാനം ഒരു പാട്ട് മര്യാദയ്ക്ക് ട്രാക്ക് പാടി തീർന്നല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ മാഷിന്റെ മുമ്പേ പോയി നിന്നപ്പോ മാഷ് പറഞ്ഞു, ഒരു വഴിയായല്ലേ, കുഴപ്പമില്ല, എന്തായാലും ഞാൻ ഇനി ഈ പാട്ട് ഈ മദ്രാസിൽ പോയി റെക്കോർഡ് ചെയ്തോളാം. അപ്പൊ എന്ന് പറഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയില്ല. ഞാൻ പാടിയതല്ല, ഐ മീൻ ഓർക്കസ്ട്ര പെർഫെക്റ്റ് ആയില്ല, ഞാൻ പാടിയതും ഒരുവിധമൊക്കെ ഒപ്പിച്ചേ ഉള്ളൂ. അങ്ങനെയാണ് രവീന്ദ്രൻ മാസ്റ്ററുമായിട്ട് ആദ്യമായിട്ട് ഒരു ട്രാക്ക് പാടുന്നതിന്റെ ഒരു ഓർമ്മ, ഒരു ഓർമ്മ എന്ന് പറയുന്നത്. ഒന്നൊന്നര ഓർമ്മ അല്ലേ? പിന്നെ രവീന്ദ്ര മാസ്റ്റർ ഒരു ദിവസം എന്നെ വിളിച്ചു, മണിക്കുയിലേ എന്നുള്ള പാട്ട് ഇറങ്ങിയ സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ. അപ്പൊ അത് എനിക്ക് വലിയൊരു ഓർമ്മ. വിളിക്കണേ ഏ? ഡാ കുട്ടാ, അങ്ങനെ ഒരു അതന്നെ. ശബ്ദം ഇങ്ങനെ ഭയങ്കര ഗംഭീരമുള്ള ശബ്ദം. എൻ്റെ കയ്യിൽ ഒരുപാട് ഉരുപ്പിടികളുണ്ട് എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ സംസാരിക്കും. അപ്പൊ രവീന്ദ്ര മാസ്റ്ററുടെ റൗണ്ടാണ് അല്ലെ. യെസ്. രവീന്ദ്ര മാസ്റ്ററിനെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ സംഗീതം നമ്മുടെ കേരളക്കരയ്ക്ക് എത്തരത്തിൽ മഹത്തരമായിരുന്നു എന്ന് ഒരിക്കൽ കൂടി ഓർക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ റൗണ്ട് ഉള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങൾ അതൊക്കെ പാടി അവർ പഠിക്കട്ടെ. അതൊക്കെ പാഠപുസ്തകങ്ങളാണ് അതെ. അല്ലെ ക്യാപ്റ്റൻ? യെസ്, യു ആർ റൈറ്റ്. അപ്പൊ മീനൂട്ടാ, എന്തോ രവീന്ദ്രൻ മാസ്റ്ററുടെ റൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. Yes. ആരാ ആദ്യം വരുന്നത്? ആദ്യം വരുന്നത് നമ്മുടെ ശ്രീയക്കുട്ടിയാണ്, ബാംഗ്ലൂരിൽ. ബാംഗ്ലൂർ. യെസ്, Okay. ലെറ്റ്സ് വെൽക്കം ശ്രീയക്കുട്ടി ഓൺ സ്റ്റേജ്. ಹಾಯ್ ഹായ്. ಚೆನ್ನಾಗಿದ್ದೀರಾ? ಚೆನ್ನಾಗಿದೆ. ನೀವು ಹೇಗಿದ್ದೀರಾ? ತುಂಬಾ ഞാനും ಚೆನ್ನಾಗಿದ್ದೀವಿ. ಹೇಗಿದ್ದಾರೆ? എന്താ ഈ ഞാൻ ഹിന്ദി സുഖമായിരിക്കുന്നു. പറയുന്നത്? ಹೇಗಿದ್ದಾರೆ? നല്ല രസമുണ്ട് കാണാൻ. ತುಂಬಾ ಚೆನ್ನಾಗಿದ್ದೀವಿ. ಥ್ಯಾಂಕ್ ಯು. ನಾನು ಹೇಗಿದ್ರೆ? ഞാനും സുഖമായിരിക്കുന്നു. ನೀನು ಹೇಗಿದ್ದೀರಾ? ನೀನು ಹೇಗಿದ್ದೀರ? ನಾನು ಚೆನ್ನಾಗಿದ್ದೀರಾ. ഓക്കെ, ഒപ്പിച്ചു. Okay. ഈ ബംഗളൂരു അങ്ങനെ ഒരു പാട്ട് ഞാൻ ചെയ്തതായിട്ട് എനിക്ക് നമ്മ ഊര് ബംഗളൂരു എന്ന് പറഞ്ഞൊരു പാട്ട് ചെയ്തതായിട്ട് ഓർമ്മയുണ്ട്. ഒരു ബാംഗ്ലൂർ. അങ്ങനെ എന്താണ് ഞാൻ മറന്നുപോയി കേട്ടാ. എന്റെ പാട്ട് ഞാനേ മറന്നുപോയി. അപ്പൊ ബാക്കിയുള്ളവർ ഓർക്കോ? അത് കുറേ ബാംഗ്ലൂർ പാട്ട് ഡേയ്സിൽ അങ്ങനെ ഒരു ബാംഗ്ലൂർ പാട്ടുണ്ട്. ഡേയ്സിലാ പാട്ട്. ആ. യെസ്. അത് അതിനു മുമ്പേ ചെയ്തതാണ്. ആ. അങ്ങനെ ഓക്കെ. അത് ഗിരീഷേട്ടൻ എഴുതിയാണ് ആ പാട്ട്. ആഹാ. ആ സിനിമ ഏതാണെന്ന് ഓർക്കുന്നില്ല. ഉം. അപ്പൊ Okay. ബാംഗ്ലൂരിൽ എന്താണ് വിശേഷം? നല്ല വിശേഷം. ആ. ഇപ്പൊ തണുപ്പൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു. പിന്നെ ഞാൻ ഇന്ന് രവീന്ദ്രൻ മാസ്റ്ററിന്റെ റൗണ്ടിലുള്ള ഒരു പാട്ടാ പാടാൻ പോകുന്നത്. യെസ്. ആലില മഞ്ചലിൽ നീ ആടുമ്പോൾ. യെസ്. Okay. വെരി അപ്പൊ ഗുഡ്. അടുത്ത ഘട്ടമല്ലേ? യെസ്. കൺഗ്രാറ്റ്സ്. Yeah. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഒത്തിരി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പാട്ടാ ശ്രീകുട്ടി ഇന്ന് നമുക്ക് വേണ്ടി സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്, ആലില മഞ്ചലിൽ. ഈ മൂവി സൂര്യഗായത്രി എന്ന് പറഞ്ഞ മൂവി തന്റെ മകന്റെ കൊലപാതകീനെ അന്വേഷിച്ചു പോകുന്ന കഥാപാത്രമാണ് അല്ലെ? ആര് കറക്റ്റ് അല്ലേ? ജനിച്ചിട്ടുണ്ടോ ഈ സിനിമ ഇറങ്ങിയപ്പോ? ഇല്ലില്ല. അത് ശരി. പക്ഷെ എനിക്ക് പഴയ മൂവീസ് നല്ല ഇഷ്ടമാണ്. നല്ല ഡ്രാമയാണ്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്സ് രസമാ കേൾക്കാൻ വേണ്ടി. Yes, yes, yes. ഇങ്ങനെ ഒന്ന് കുത്തി നിറയ്ക്കുവോ, അതിന് എന്താ പറയാ, ഒരു എക്സ്ട്രാ ഒരു സാധനം കൊടുക്കാതെ എന്താണോ ആ മൂവിക്ക് വേണ്ടത് അത് മാത്രം നാച്ചുറൽ ആയിട്ട് തന്നെ പോകും. വളരെ നാച്ചുറൽ ആയിട്ട്. പിന്നെ അതുപോലെ ഈ ഇപ്പൊ വയലിൽ നടക്കുവാണെങ്കിൽ പ്രകൃതിയുടെ സൗണ്ട് അതെ. അങ്ങനെ തന്നെ കേൾക്കാം. അപ്പൊ എനിക്ക് എന്താന്നറിയില്ല, പഴയ മൂവീസ് കാണുമ്പോ കാമാവും ഞാൻ. ഉം, ഉം. അവ അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള കുറേ മൂവീസ് ഉണ്ട് പഴയത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ പെടുന്നതാണ്. ഇത് കുറച്ചൊരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു മൂവിയാണ് അതെ. അല്ലെ? എഴുതിയിരിക്കുന്നത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒ എൻ വി സാറാണ്. ഒ എൻ വി സാറിന്റെ ഒരുപാട് കവിതകള്
ചെറുപ്പത്തിൽ പാടിയിട്ടുണ്ട്. പാടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ചിത്ര ചേച്ചിയാണ്. Correct അല്ലേ? ദാസേട്ടന്റെ വെർഷൻ ഉണ്ട് ഈ പാട്ട്. ദാസാറിന്റെ പക്ഷം അതെ. വേറെ പാട്ട് തമ്പുരു കുളിർ തമ്പുരു ചൂടിയോ കുളിർ ചൂടിയോ, അതെ. കളിരങ്കുലി അതെ തൊടുന്നു. അതുണ്ട്. Yes. പിന്നെ അതുകൊണ്ട് ദാസേട്ടനും കൃഷ്ണേന്ദ്രൻ ചേട്ടനും ചേർത്ത് പാടിയ പാട്ട്. രാഗം താനം രാഗം താനം സ്വരലയ സാന്ദ്രമാ പല്ലവി. ഓ, അതെ. അപ്പൊ ശ്രീകുട്ടി റെഡി അല്ലേ പാടാൻ? ഓൾ ദി ബെസ്റ്റ്. All the best. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.
നീ ആടുമ്പോൾ ആടുന്നു കണ്ണായിരം. അരെ വാ, ക്യാ ബാത് ഹൈ. ഞെട്ടിക്കുന്ന രീതിയിൽ നെക്സ്റ്റ് സ്റ്റെപ്പ്. ബെസ്റ്റ് കാണാ ബെസ്റ്റ്. താങ്ക് യു. അതെ നിറഞ്ഞിവിടെ അതെ നിറഞ്ഞ് കവിഞ്ഞ്. തുളുമ്പി. താങ്ക് യു. യുവർ ബെസ്റ്റ്. താങ്ക് യു. ഒരു സംശയം ഒരു സംശയം Correct, correct. ദിസ് ഇസ് എ വെരി ടഫ് സോങ് കേട്ടോ. ഉം. ഈവൻ ഒരു അറ്റംപ്റ്റിന് പോലും ടഫാണ്. അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് സംഗതികളും പരിപാടികളും ഉണ്ട്. അതെ. അത് രവീന്ദ്രൻ മാസ്റ്ററുടെ പ്രത്യേകതയാണ്. ഉം. വളരെയധികം ഉള്ളുള്ള ഒരു പാട്ടുകാരനോ പാട്ടുകാരിക്ക് മാത്രമേ രവീന്ദ്രൻ മാസ്റ്ററുടെ പാട്ടുകൾ പാടാൻ പറ്റുള്ളൂ. നല്ല അല്ലെങ്കിൽ കാതലുള്ള കാതലുള്ള Yes. കാതലുള്ള കാതെന്ന് വെച്ചാൽ മറ്റേ കാതലല്ല, പ്രേമമല്ല. ഒരു അങ്ങനെ ആരും ആലോചിച്ചില്ല. ഇപ്പൊ ബഡ്ജറ്റ് മാത്രമേ ആലോചിച്ചുള്ളൂ. ഒരു മരത്തിന്റെ ഒരു ഫർണിച്ചറൊക്കെ പണിയണമെങ്കിൽ നല്ല കാതലുള്ള മരം വേണം എന്ന് പറയും. കാതെന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിലെ കട്ടിയുള്ള സബ്സ്റ്റൻസ് അതാണ്. സോ യു ആർ ദയർ കേട്ടോ. താങ്ക് യു. ഇതൊരു മൈൽ സ്റ്റോൺ ആണ് എൻ്റെ അഭിപ്രായത്തിൽ. ഈ ഒരു രണ്ടാം ഘട്ടത്തിലുള്ള ഒരു മൈൽ സ്റ്റോൺ പെർഫോമൻസ് ആണ് ഇപ്പം നടത്തിയത്. ഓരത്താളല്ലോ പേരെന്താകേണം ഓമൽക്കാരെ ചൊല്ലാം. നാഗം കാക്കും കാവേൽ നാളെ ഇതൊക്കെ ഒരുപക്ഷെ ഫിനാലേക്കൊക്കെ പാടാമായിരുന്നു എന്ന് വിചാരിക്കുകയാണ്. ഇവിടെ നഷ്ടമായി പോവാണ് ഒരു ബ്യൂട്ടിഫുൾ സെലക്ഷൻ. അങ്ങനെ ക്വാർട്ടർ ഫൈനലില് സെമി ഫൈനലില് ഫിനാലേക്കൊക്കെ അവിടെയൊക്കെയാണ് ഇത് അടിച്ച് ഫിനാലേക്ക് പറ്റിയത് വേറെ ഉണ്ട്. ശ്വാസം കുറച്ചെടുത്ത് പാടാവുന്ന പാട്ടുകൾ, ശ്വാസം ഇല്ലാതെ പാടാവുന്ന പാട്ടുകൾ. കാറ്റഗറീസ് ഉണ്ട് അല്ലേ? ശ്വാസം രവീന്ദ്ര മാത്രം മാസ്റ്ററുടെ പാട്ടുകളൊക്കെ അങ്ങനെയാണ്. ഇതൊരു ക്വാർട്ടർ ഫൈനല്. താങ്ക് യു. നാഗം കാക്കും കാവിൽ നാളെ പൂവും നീരും. ഓ നമസ്കാരം. താങ്ക് യു. പിന്നെ കാണും കണ്ണിൻ പുണ്യം, അത് നമസ്കാരം. അതെ. താങ്ക് യു. എവിടെയൊക്കെയാണ് ഏതൊക്കെ ഭാഗങ്ങളിലാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മാത്രമല്ല ഏറ്റവും എനിക്ക് മനോഹരമായിട്ട് തോന്നിയത്, ഇന്റലിജന്റ് ആയിട്ട് തോന്നിയത് ബ്രത്ത് എടുത്തതാണ്. യെസ്. ഈ പാട്ടിങ്ങനെ ലോങ് ഫ്രേസസ് ആയതുകൊണ്ട് എവിടെ ബ്രത്ത് എടുക്കുന്നുള്ളത് എപ്പോഴും കുറേ പ്രശ്നമാണ്. കഷ്ടപ്പെട്ടു. ആ കുറെ കഷ്ടപ്പെടും. വേണം. ആ കഷ്ടപ്പെട്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടു. യെസ്. ഓക്കെ, അത് വളരെ ബ്രില്യൻ്റ് ആയിട്ട് അത് കൈകാര്യം ചെയ്തു. താങ്ക് യു. അതുകൊണ്ട് നമുക്ക് എവിടെയും ഒരു ഇന്റർമിഷൻ അല്ലെങ്കിൽ ഇന്ററപ്ഷൻ തോന്നിയില്ല, ഫീൽ ചെയ്തില്ല. ഫീൽ ചെയ്തില്ല. അതിങ്ങനെ ഒഴുകിപ്പോകുന്ന ഈ പാട്ടിങ്ങനെ ഒഴുകിപ്പോകുന്ന അറ്റൻഷൻ ടു ഡീറ്റെയിൽ, ദാറ്റ് വാസ് ബ്രില്യന്റ്. താങ്ക് യു. അപ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ എൻ്റെ മനസ്സ് നിറഞ്ഞതിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അത് നിറച്ചുകൊണ്ടേയിരിക്കുക. അതിനുള്ള രണ്ടാമത്തെ പടിയാണ് ഈ ഘട്ടം. അമ്മയ്ക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം. അച്ഛനും സോജീഷിനോട് പറയും. താങ്ക് യു സർ. അപ്പൊ ശ്രീകുട്ടി യെസ് സർ. കലക്കി. താങ്ക് യു. ഇതുവരെ പാടിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്ന് പാടിയതാണ്. ഇനി വരുന്ന എപ്പിസോഡുകളിലെല്ലാം ഇതെന്നെ കൊണ്ട് ഇനി പറയിപ്പിക്കണം. എല്ലാ പ്രാവശ്യം അതെ, പറയിപ്പിക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ടത് അതാണെന്ന്. ഇന്നിപ്പോ ഇതുവരെ പാടിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. അല്ല, ഇത് തന്നെ വലിയൊരു അവാർഡാണ് കേട്ടോ. മധു ഇത് പറയുന്നത്. കാരണം മധു ആണ് ഏറ്റവും അധികം രവീന്ദ്ര മാസ്റ്ററുടെ പാട്ടുകൾ ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നത് സ്റ്റേജിൽ. അല്ലാതെ രവീന്ദ്ര മാസ്റ്ററുടെ പാട്ടുകൾ പാടിയിട്ടുണ്ടോ? പാടിയിട്ടുണ്ട്. അതെ അതെ. അപ്പൊ രവീന്ദ്ര മാസ്റ്ററിനും മധുവിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് രവീന്ദ്ര മാസ്റ്ററുടെ പാട്ടുകൾ പാടുന്ന വളരെ കുറച്ച് ആൾക്കാരിൽ ഏറ്റവും മേളിൽ നിൽക്കുന്ന ആളാണ് മധു എന്ന് പറയുന്നത്. അപ്പൊ മധുവിന്റെ ഇത് കലക്കി എന്ന് പറഞ്ഞാൽ കലക്കി ഒരു സംശയവും വേണ്ട. സംശയം വേണ്ട. അല്ല, അങ്ങനെയൊന്നുമല്ല. ഞാനിങ്ങനെ കേട്ടൊരു പാട്ട് കേട്ടിട്ട് നല്ലതായിട്ട് തോന്നി. വിനയ മധു. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ എനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ടു താങ്ക് യു. കേട്ടോ. എം ജെ ഞങ്ങൾ പറഞ്ഞ പോലെ വളരെ ടഫായിട്ടുള്ള പാട്ടാണ്. അത് കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ ആസ്വദിച്ചൊക്കെ ഇങ്ങനെ എന്നൊക്കെ ഇരിക്കാൻ പറ്റും. പാടുമ്പോൾ വിവരം അറിയും കേട്ടോ. അതുപോലെ പല സംഗതികൾ ഇടയിലിടയിൽ മാറി മാറി വരുന്നുണ്ട്. അതിൻ്റെ ഫീല് അതുപോലെ കൊടുക്കണം. പല ചാലഞ്ചസ് ഉള്ള ഒരു പാട്ടാണ് ഇത്. അതെല്ലാം വളരെ വിജയകരമായി കൈകാര്യം ചെയ്തു, പൂർത്തിയാക്കി. അതെ, ആ ബ്രത്ത് നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് മാത്രം ആലീല മഞ്ചലിൽ നായ, അത് ഒരു സ്ഥലത്ത് മാത്രം. അതെ. ഇപ്പൊ എം ജെ ഞങ്ങൾ പാടിപ്പിച്ച് പറഞ്ഞ ആ ഭാഗങ്ങൾ, നാഗം കാക്കും കാവിൽ നാളെ പൂവും നീരും, അതുപോലെ തന്നെ സെക്കൻഡ് ചരണത്തിലും അതേ പോർഷൻ, സൂര്യഗായത്രി ആര്യ തീർത്ഥങ്ങളിൽ, അങ്ങനെ പല ഭാഗങ്ങളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. പല ഭാഗങ്ങളൊന്നുമില്ല, പാട്ട് ഫുള്ളായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് പാടിയത്. അതിലെടുത്ത് പറയേണ്ട ഭാഗങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ശ്രീയ ഘോഷാലിന്റെ ആരാധികയാണ് അല്ലേ? ചിത്ര ചേച്ചിയും ആരാധിച്ചോളൂ.
ആ ഒരു കൊറേ പടി. പാട്ട് പാടി ചിത്ര മാമിന്റെ ആ. ഇവിടം വരെ കൊറേ പാട്ട് പാടി. എന്നാലും ഇത് എനിക്ക് തോന്നുന്നത് ഇത് കുറച്ചും കൂടി നന്നായിട്ടുണ്ട്. ഈ ഒരു വഴിയും കൂടി ഫോളോ ചെയ്തോളൂ. അതും ഇതും ചിത്ര ചേച്ചി ഇത് കേൾക്കാനിട വരട്ടെ. ഞാൻ ചേച്ചിയോട് പറയുകയും ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഓക്കെ. എന്തായാലും ഈ പാട്ട് ഇത്ര മനോഹരമായിട്ട് പാടിയത് എന്തായാലും പറയാതിരിക്കാൻ വയ്യ ചിത്ര ചേച്ചിയോട്. ഓക്കെ. രവീന്ദ്ര മാഷ് ഉണ്ടായിരുന്നെങ്കിൽ രവീന്ദ്ര മാഷോടും പറയാമായിരുന്നു. പക്ഷെ രവീന്ദ്ര മാഷ് നമ്മളെ വിട്ടുപോയി. മാഷിന്റെ വൈഫിനോട് ഞാൻ പറയാം, ശോഭ ചേച്ചിയോട്. ഓക്കെ. താങ്ക് യു. ശ്രീകുട്ടി, യെസ് മാം. ഇതിന്റെ അപ്പുറം എന്തെങ്കിലും വേണോ? വേണ്ടല്ലോ. ഹാപ്പി ആയില്ലേ? ഹാപ്പി. ഞാനും ഹാപ്പി ആട്ടോ. നല്ല സുഖം കേൾക്കാൻ. കണ്ണടച്ച് ഇങ്ങനെ ഇരുന്ന് എനിക്ക് ആ ശബ്ദം ഇങ്ങനെ കേൾക്കാം, ഇങ്ങനെ അലടിക്കുന്ന പോലെ. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടുന്നുണ്ട്. താങ്ക് യു. എനിക്ക് ആ ട്രാൻസ്ഫോർമേഷൻ കാണുമ്പോൾ പ്രൗഡാവുന്നു, എനിക്ക് അത്ഭുതം വരുന്നു, എന്തൊക്കെയോ തോന്നുന്നത്. ഞാൻ കുറെ നേരം വായും തുറന്ന് ഇങ്ങനെ അമേസിങ്. ഐ എം സോ പ്രൗഡ് ഓഫ് യു. താങ്ക് യു. ശ്രീകുട്ടി, ഈ മാർക്ക് നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ്. കാരണം ഇത് എന്തായാലും നമ്മൾ ഓർത്ത് വെക്കണം. അടുത്ത റൗണ്ടിൽ ആദ്യത്തെ മാർക്കാണല്ലോ. ഒരു നല്ലൊരു കൈ തരേണ്ട ഒരു പെർഫോമൻസ് ആണ്. തന്നോളൂ. വെർച്വൽ ഹാൻഡ് ഷേക്ക് എന്ന് പറയുന്നത്. ഫ്ലൈങ് കിസ് തന്നെ കൊടുത്തേക്കാം. അതെ അതെ. അപ്പോ ശ്രീകുട്ടി, യെസ് സർ. 100 on 100 for Shreya today. ഒരു തവണ മധുരമഴ. ഉണ്ടാകണം കോമൽ കാതിൽ ചൊല്ലാം പോരം നാളല്ലോ പേരെന്താകണം. എന്താ കാരണം? ലക്കി ചാം ഇരിക്കുന്നു അവിടെ. എടുത്തോടാ. ഇത് അമ്മയുടെ ഉടുപ്പൊന്നും അല്ലല്ലോ അല്ലേ? സാധാരണ അങ്ങനെ വരാറുണ്ട്. പൂവും നീരും നാദം കാക്കും കാവിൽ മതി. നമ്മുടെ ശ്രീകുട്ടിയാണ് കേട്ടോ ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ. ശ്രീകുട്ടിക്ക് ആര്യ ഭയങ്കര ഇഷ്ടം. പിടിച്ചോ. അന്ന് ആര്യ ചേച്ചി വെൽക്കം. എല്ലാരും MJ ഇഷ്ടം. അങ്കിള്. ഓ അതാണ്. അമ്മ തരണോ? ഞാൻ വിചാരിച്ചു ആര്യ ചേച്ചി ഭയങ്കര ഇഷ്ടം. അല്ലല്ല, അവളെല്ലാരും ഇഷ്ടം പറയാൻ വന്ന. എല്ലാരും ഇഷ്ടം. ഒരു മിഠായി താഴെ പോയി എടുത്തോ. അത് പറഞ്ഞ വഴിക്ക് അല്ലെങ്കിൽ അമ്മ കൊടുക്കട്ടെ. അമ്മ അമ്മ കൊടുക്കട്ടെ. അമ്മയല്ലേ ലക്കി ചാം. അയ്യോ ചേച്ചി വെൽക്കം. ശ്രീകുട്ടിക്ക് വലിയ വായിച്ചിട്ട് ഗിഫ്റ്റ് ഹാമ്പർ. എന്താ അമ്മ ഉമ്മ എന്നിട്ട് മൈൻഡ് കണ്ടിരിക്കണേ? അങ്ങനെയൊന്നുമില്ല. നിരം കിട്ടി അവർക്ക് റിയാക്ഷൻ അമ്മയ്ക്കൊരു ഉമ്മ കൊടുത്തോ? ചേച്ചി ഹാപ്പി അല്ലേ? വളരെ ഹാപ്പിയാണ്. ചേട്ടന് ഉറപ്പായിട്ടും ഹാപ്പി ആവും. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്. Thank you. Okay, Good bye. night. Good night. Good night. Bye. ആര്യ ചേച്ചി, നമ്മളൊരു ഗുഡ് ഹാബിറ്റ് പഠിക്കാൻ പോവാണ്. ബ്രഷ് ബിഫോർ ബെഡ്. യെസ്. നമ്മുടെ ടോപ്പ് സിംഗറിലെ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഒത്തിരി നല്ല പാട്ടുകൾ കേട്ടു, കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇന്ന് തൽക്കാലത്തേക്ക് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ നമ്മൾ വീണ്ടും കാണും ഇതേ സമയത്ത്. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.